കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ അദ്ദേഹം ജോലി ചെയ്യുന്ന വർക്ക് ഏറ്റെടുത്ത ഒരു വീട്ടിലേക്ക് പോവുകയുണ്ടായി. ആ വീട്ടിൽ എത്തിയ സമയത്ത് ആ വീട്ടുകാരെ എനിക്കും ചെറിയ പരിചയമുണ്ടായിരുന്നു. അവൻ്റെ വർക്ക് കാണിച്ച് തരുവാൻ അവരുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു. ഒരു കല്യാണത്തോടനുബന്ധിച്ച ഒരു പയ്യൻ്റെ റൂമിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് വർക്കും AC ഫിറ്റ് ചെയ്യലൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ, മുകളിലേക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ 1-2 റൂമുകളും കണ്ടു. ആ റൂം ക്ലോസ് ചെയ്യാത്ത റൂമായതുകൊണ്ട് ഞാൻ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ആ റൂമും ഞാൻ കണ്ടു. അവിടെ ടേബിളിൽ ഒരു ഫാനും ഒരു കട്ടിലും ഒരു ബെഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ വീട്ടിലെ ഉപ്പയും ഉമ്മയും ഉപയോഗിക്കുന്ന, അതല്ലെങ്കിൽ ആ വീടിൻ്റെ ഗൃഹനാഥൻ ഉപയോഗിക്കുന്ന റൂമാണ് അതെന്നാണ്. അവിടെ സീലിങ്ങിലായിരുന്നില്ല ഫാൻ ഉണ്ടായിരുന്നത്, ടേബിൾ ഫാൻ ആണ് അവിടെ ഉണ്ടായിരുന്നത്. മകൻ്റെ റൂം ലക്ഷങ്ങൾ ചിലവഴിച്ച് മോഡിഫൈ ചെയ്യുകയും ആ വീട് ജീവിതാധ്വാനം കൊണ്ടുണ്ടാക്കിയ പിതാവിൻ്റെ റൂമിൽ ഒരു സൗകര്യമില്ലാത്ത ഒരു സാഹചര്യം കാണേണ്ടായി. നമ്മളൊരു പുറത്തെ സ്ഥലത്തൊക്കെ പോയി ഒരു റൂം എടുത്ത് താമസിക്കണമെങ്കിൽ 500 രൂപ മുതൽ 5000, 10000, 2000, 3000 ഒക്കെയുള്ള വിവിധ തലങ്ങളിലുള്ള റൂമുകൾ കിട്ടും. പക്ഷേ ഒരു വാടകയും നൽകാതെ ഒരു പിതാവിൻ്റെ വീട്ടിൽ ഒരു മകൻ താമസിക്കുന്നു. അദ്ദേഹം വിവാഹം കഴിക്കുന്ന സമയത്ത് ഒരു റൂം മാത്രം ലക്ഷറിയായി ഡിസൈൻ ചെയ്യുമ്പോൾ സ്വന്തം പിതാവും മാതാവും ഉപയോഗിക്കുന്ന റൂം കൂടി ഒന്ന് നല്ല ഡിസൈൻ ചെയ്താൽ അതൊരു സന്തോഷമാവും. നിങ്ങളൊരു 2-3 ലക്ഷം രൂപ ഒരു റൂമിന് ചിലവഴിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഒരു 50,000 രൂപ കൂടി ആ റൂമിലേക്ക് ചിലവഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം നൽകും. ഇതെല്ലാവരും കാണുമ്പോഴും, നിങ്ങളുടെ റൂമിൻ്റെ മഹത്വം കാണുമ്പോഴും അത് നിങ്ങളുടെ വലിയ പരാജയമായിരിക്കും.